റവന്യൂ അധികൃതർ പതിച്ചു നൽകിയത് തോട്. ലക്ഷങ്ങൾ ചിലവഴിച്ചാലും നികന്നു കിട്ടാത്ത തോടിൽ വീട് വെക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് പൊന്നാനി സ്വദേശി ആറ്റുപുറത്ത് സുഭാഷിണി. തോടാണ് ഗവൺമെന്റിന് എന്റെ ബാങ്കിലേക്ക് കിട്ടിയിട്ടുള്ളത്. 6 പേരില്ലാതെ കിട്ടിയിട്ടുള്ളൂ, പതിച്ചിട്ടുള്ളത്. ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തണം. ഗവൺമെന്റ് തന്നെ താമസിക്കാൻ പറ്റാത്ത രീതിയിലാക്കി തരണം. റവന്യൂ അധികൃതർ പതിച്ചു നൽകിയത് തോട്. ലക്ഷങ്ങൾ ചിലവഴിച്ചാലും നികന്നു കിട്ടാത്ത തോടിൽ വീട് വയ്ക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് പൊന്നാനി ആറ്റുപുറത്ത് സുഭാഷിണി. വീട് വയ്ക്കാൻ കഴിയുന്ന ഭൂമി അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സുഭാഷിണി ഓഫീസ് കയറിയിറങ്ങിയത് 24 വർഷം. ഇതിലേക്കുള്ള വഴി പോലും കൃത്യമായില്ല. സമീപത്തെ വീട്ടുടമയുടെ അനുമതി വാങ്ങി വേണം പതിച്ചു നൽകിയ ഭൂമിയാ തോടിലേക്കെത്താൻ. ഒരു തുണ്ട് ഭൂമിക്കായുള്ള കാത്തിരിപ്പിനൊടുവിൽ 2020 ആറ്റുപുറത്ത് സുഭാഷിണിക്ക് 5 സെന്റ് സ്ഥലം ലഭിച്ചത്. സ്വന്തം ഭൂമിക്കുടമയായ സുഭാഷിണിയുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വില്ലേജ് ഓഫീസർ ചൂണ്ടിക്കാണിച്ച് നൽകിയത് തോട്. റവന്യൂ രേഖകളിൽ ഇത് മുഴുവൻ തോടല്ലെന്നും 2 മീറ്റർ മാത്രമാണ് തോടെന്നും ബാക്കി നിങ്ങളുടെ ഭൂമിയാണെന്നും റവന്യൂ അധികാരികൾ പറഞ്ഞതായി സുഭാഷിണി പറഞ്ഞു. തോടിന് പകരം മറ്റൊരു അനുയോജ്യമായ സ്ഥലം അനുവദിച്ചു തരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും റവന്യൂ അധികൃതർ തയ്യാറായില്ലെന്നും ഇവർ പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ സമയത്ത് കിട്ടിയതാണ് ഇത്രയും സ്ഥലം. എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്നുള്ളതിൽ മിച്ചഭൂമിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ സ്ഥലമാണിത്. ഈ തോട്ടിൽ ഞാൻ എങ്ങനെ വീട് വയ്ക്കും? എങ്ങനെ വീട് വയ്ക്കും? അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, കുട്ടികളില്ല. ഞാനൊരു രോഗിയും കൂടിയാണ്. 99 ഡിസ്ക് പൊട്ടി ജീവിക്കുന്നൊരു രോഗിയാണ് ഞാൻ. ഇന്നിപ്പോൾ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവില്ല. വീണ്ടും കഴിഞ്ഞ വർഷം ഞാൻ വീടിൻ്റെ അപ്പോൾ നിന്ന് വീണ് മരണം വിധി എഴുതിയ ഞാൻ ഇപ്പോഴത്തെ ചെയർമാൻ്റെ എൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ചെയർമാൻ. ചെയർമാൻ്റെ കാരണയാൽ അഡ്മിറ്റ് ചെയ്ത് അന്ന് മുതൽക്കുള്ള ചികിത്സ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഈ സ്ഥലത്ത് എനിക്കൊരു കൂരല്ലത്, ഞാൻ എങ്ങനെ വീട് വെക്കും? ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് രോഗബാധിതനായ സഹോദരനൊപ്പമാണ് 60കാരിയായ സുഭാഷിണി ഇപ്പോൾ കഴിയുന്നത്. ഇതിനിടയിൽ 2 വർഷം മുമ്പ് വീടിന്റെ മുകളിൽ നിന്ന് വീണ് എല്ലിന് ക്ഷതമേറ്റതോടെ തൊഴിലെടുക്കാനും കഴിയാതെയായി. പൊന്നാനി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.